പാലക്കാട് വടക്കഞ്ചേരിയിൽ ലഹരി ഇടപാടുകാരെ പിടികൂടാൻ ശ്രമിച്ച പോലീസുകാരന് നേരെ വധശ്രമം. വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ എഎസ്ഐ ഉവൈസിനെയാണ് കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഉവൈസിന്റെ കാലിന് പരിക്കേറ്റു. ഐഷത്തുൽ ഷംന ചേരുന്നു. ഷംന, എന്താണ് സംഭവം? ഷംനയിലേക്ക് വരുന്നതിന് മുമ്പ് അത് സംബന്ധിച്ച ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് ഇന്നലെ വൈകുന്നേരം കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ട്, ഒരു ഡീലിങ്സ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു രഹസ്യവിവരത്തെ തുടർന്ന് CI സാറും SI സാറും നിർദ്ദേശപ്രകാരം ഞങ്ങൾ 4 പേര് 2 ബൈക്കിലായിട്ട് പോയതാണ്. ശങ്കരൻ കണ്ണന്തോട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആളൊഴിഞ്ഞ തൊടിയിൽ ഡീലിങ്സ് നടക്കുന്നുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോയി. അപ്പോൾ വേറെ റോഡിൽ വെച്ച് ഞങ്ങൾ പുറകെ പോയി. അപ്പോൾ അവൻ ഒരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വണ്ടി വട്ടം വെച്ചതാണ്. വണ്ടി വട്ടം വെച്ച് ഡോറ് തുറന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ട് വരുമ്പോഴേക്കും ഞങ്ങളെ ഇടിച്ച് തെറിപ്പിച്ചാണ്. അതിലാണ് കാലിൽ ഇതായത്. അപ്പോൾ ഞങ്ങൾ നേരെ റോഡിലേക്ക് മറിഞ്ഞു വീണു. എൻ്റെ കാലിന് ഈ പരിക്കുണ്ട്. കൂടെ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് അറിയില്ല. ഡ്രൈവിംഗ് സീറ്റിലുള്ള ആളിനെയാണ് നമ്മൾ വ്യക്തമായിട്ട് കണ്ടത്. പിന്നെ കാറിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് ആ ഇരുട്ടായിരുന്നു. ഷംന ചേരുന്നു. ഷംന, എന്താണ് ഈ സംഭവം? ഇദ്ദേഹം പ്രതികരിക്കുന്നതനുസരിച്ച് വലിയ രീതിയിലുള്ള ഒരു അക്രമശ്രമമാണ് ഉണ്ടായത്. ലഹരി തടയാൻ ശ്രമിക്കുന്ന പോലീസുകാരുടെ വധശ്രമം എന്ന് പറഞ്ഞാൽ സാഹചര്യം എവിടം വരെ എത്തിയെന്ന ഗുരുതരാവസ്ഥ കൂടിയുണ്ട്. എന്താണ് സാഹചര്യം? തീർച്ചയായും സജിത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പാലക്കാടിലെ ലഹരി ഇടപാടുകൾ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ വളരെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസമാണ് അമ്മയും മകനും ഉൾപ്പെടെ 4 അംഗ സംഘത്തിനെ പോലീസ് പിടികൂടിയത്. ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി MDMA, കഞ്ചാവ് ഉൾപ്പെടെ ലഹരിയുമായി ബന്ധപ്പെട്ട് പാലക്കാട് നിന്നും മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ വളരെ കൂടുതലാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ച് അന്വേഷണം കുറെ കൂടി ശക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ എറണാകുളത്ത് ഉൾപ്പെടെ ലഹരി കച്ചവടം നടത്തുന്ന പ്രതികളിൽ പലരും പാലക്കാട് നിന്ന് എത്തിക്കുന്നവരാണ് എന്നൊരു വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പാലക്കാട് നിന്ന് ലഹരി ഇടപാട് നടത്തി തിരികെ വരുന്ന ഒരു സംഘത്തിനെ പിടികൂടാൻ രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി സംഘത്തിനെ പിടികൂടാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അന്വേഷണ സംഘമുള്ളത്. ഇതിനിടയിലാണ് ഈ സംഘം കാറിടിപ്പിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഈ ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരൻ കാറിൽ നിന്നും ചാടിയതിനാൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഉവൈസിന് പരിക്കേറ്റിട്ടു, കാലിന് പരിക്കു പറ്റിയിട്ടുണ്ട്. എന്തായാലും അതിനിടെ ഈ കാറിൽ നിന്നുമൊക്കെ ഇറങ്ങി ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് മറ്റു ഗുരുതര പരിക്കുകളില്ലാതെ രക്ഷപ്പെടാൻ സാധിച്ചത്. അല്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു അപകടമായി മാറിയേനെ. ഇത്തരത്തിൽ ഈ അന്വേഷണ സംഘത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങി എന്നതാണ് ഏറ്റവും ഗൗരവമേറിയത്. കാരണം ഈ സംഘത്തിന് ഈ രഹസ്യ വിവരത്തിന്റെ പേരിലാണ്, രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതെങ്കിൽ കൂടി ഇത് ഈ ഇടപാടുകാർ ആര് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ഇല്ല. പാലക്കാട് കല്ലിങ്ങൽ സ്വദേശികളാണെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷെ ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ വളരെ കൂടുതലാണ്. അതിന്റെ പേരിൽ തന്നെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം. ലഹരി ഇടപാട് സംഘത്തെ തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ പോലും അക്രമശ്രമം ഉണ്ടാകുന്നു എന്ന ഗുരുതരമായ സാഹചര്യമാണ്. എന്തായാലും സർക്കാർ നടത്തുന്ന ലഹരി വേട്ട, അതിനെതിരെ കൂടുതൽ ആർജവമായ അത് സംബന്ധിച്ച നീക്കങ്ങൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ സംഭവം.